ഒരു 30 വയസ്സിന് ശേഷം നമ്മുടെ സ്കിന്നിനൊക്കെ ചെറുതായിട്ട് കരിവാളിപ്പ്, ചെറിയ ചുളുക്കുകൾ, ആക്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ചെറിയ ഫൈൻ ലൈൻസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ടൈറ്റ് ആവാനും നല്ല ഗ്ലോ തരാനും നല്ല ലൈറ്റൻ ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ജെല്ലാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന റോസാപ്പൂവും കറ്റാർവാഴയും വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്കൊരു ജെൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് സ്കിന്നിലുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾ നമുക്ക് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. ഇതെല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ തേക്കാണെങ്കിൽ നല്ലതാണ്. അതുപോലെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ തേക്കാൻ പറ്റുന്ന നല്ലൊരു ജെല്ല്. അത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടൈപ്പിലുള്ള ചീത്തയാവാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജെല്ലാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പനിനീർ റോസാണ് കേട്ടോ. നല്ല പിങ്ക് കളറിൽ, നല്ല ഡാർക്ക് പിങ്ക് കളറായിട്ടുള്ള നല്ല പനിനീർ റോസ് എടുക്കുക. അതാകുമ്പോൾ നല്ല സ്മെല്ലും കളറും കൂടുതലായിരിക്കും. അപ്പോൾ അതെടുക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ പൂക്കളിലൊക്കെ മരുന്നടിച്ചൊക്കെ വരുന്ന പൂക്കൾ ഉണ്ടാവുമല്ലോ. വീട്ടിൽ നിൽക്കുന്ന പൂക്കളാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. എന്നാലും പുറത്തുനിന്നൊക്കെ കിട്ടുന്ന പൂക്കളാണെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്തിടണം. കാരണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ നല്ല രീതിയിൽ കഴുകിയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ ഒരു കുപ്പി ജെല്ലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 15 പൂക്കളെങ്കിലും നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഈ റോസാപ്പൂവിൻ്റെ കൂടെ നമ്മൾ കറ്റാർവാഴ, ഫ്രഷ് കറ്റാർവാഴയും കൂടി ചേർക്കുന്നുണ്ട്. എന്നാലാണ് നമുക്ക് ആ ഒരു നല്ലൊരു ജെല്ലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് കറ്റാർവാഴ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറ്റാർവാഴ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന കറ്റാർവാഴ ഒരു 2 പീസ്, ഇത്ര ജെല്ലുള്ള ടൈപ്പാണെങ്കിൽ ഒരു 2 പീസ് മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏകദേശം എത്രയാണോ അത്ര എടുക്കുക. എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ ആ ഒരു കറയെല്ലാം കംപ്ലീറ്റ് മാറിയതിന് ശേഷം ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രം ഇതിൻ്റെ മുള്ളെല്ലാം സൈഡിൽ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് കറയും ആ ഒരു പശപ്പൊക്കെ പോയില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കറ്റാർവാഴ ഇടുന്ന സമയത്ത് എപ്പോഴും നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക. അതിൻ്റെ ആ ഒരു ചെറിയൊരു കറ പോലത്തെ സംഭവങ്ങൾ നല്ല രീതിയിൽ 2-3 പ്രാവശ്യമെങ്കിലും അത് വാഷ് ചെയ്ത് കളയണം. പിന്നെ അതിനകത്ത് ഗ്രീൻ കളറൊക്കെ ഉണ്ടെങ്കിൽ അതും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മുടെ ആ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. കൂടെ നമ്മുടെ റോസാപ്പൂവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് റോസാപ്പൂവും അതുപോലെ കറ്റാർവാഴ പീസസുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാനായിട്ട് കുറച്ച് റോസ് വാട്ടറും അതുപോലെ തന്നെ കുറച്ച് DM വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മളിതുപോലത്തെ ജെല്ല്, ക്രീമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ജെല്ലൊക്കെ ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ DM വാട്ടർ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. റോസ് വാട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി സ്മെല്ല് കിട്ടും. അതല്ല റോസ് വാട്ടർ ഇല്ലെങ്കിൽ DM വാട്ടർ ഒഴിക്കുക, ഡിസ്റ്റിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു ചെറിയൊരു 2-3 ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി, 2 കൂടിയിട്ട്. അപ്പോൾ കാരണം കറ്റാർവാഴയിൽ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും കൂടി അരച്ച് കഴിയുമ്പോൾ ഒരു നല്ല രീതിയിലൊരു മിക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തപ്പോൾ നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ നമ്മുടെ വെള്ളം കിട്ടിയത്. അപ്പോൾ നല്ല തുണിയിൽ തന്നെ അരിച്ചെടുക്കാൻ നോക്കുക. കാരണം ഇതിനകത്ത് കരടൊന്നും വീഴാത്ത രീതിയിൽ നല്ലൊരു തുണിയിൽ അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജെൽ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കളറും കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പൂവിൻ്റെ ആ ഒരു ചെറിയൊരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ജെല്ലുണ്ടാക്കാനായിട്ട് ഇതിന് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. വെജിറ്റബിൾ ഗ്ലിസറിൻ ഞാനൊരു 3 ഗ്രാമാണ്, ഒരു 3 ml ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ 3 ml ഗ്ലിസറിലേക്ക് ഞാനൊരു 2 ഗ്രാം സാന്തകമ്മ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാന്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതും ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ളതും അതുപോലെ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള സാന്തകമുണ്ട്. ഫുഡ് ഗ്രേഡ് ആകുമ്പോൾ നമ്മൾ ഫുഡിലൊക്കെ ചേർക്കുന്ന സാന്തകമാണ്. അത് വെച്ച് നമുക്ക് ക്രീം ഉണ്ടാക്കി എടുക്കാം. കോസ്മെറ്റിക് സാന്തകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേസിൽ, സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലതാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമുകളിലും ജെല്ലിലൊക്കെ നമുക്ക് ഈ ഒരു സംഭവമാണ് കോസ്മെറ്റിക് സാന്തകമ്മ കിട്ടുന്നത്. അതുപോലെ സാന്തകമ്മ മേടിക്കുന്ന സമയത്ത് തന്നെ പലരും ചോദിക്കേണ്ട 2 ടൈപ്പ് ഉണ്ട്. കാരണം ചിലവർ സാന്തകം ഉണ്ടാക്കി ഈ ക്രീം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയിലിരിക്കും. അതായത് അത് റെഗുലറും സോഫ്റ്റും ഉണ്ട്. അപ്പോൾ എപ്പോഴും മേടിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത് കെമിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മൾ മേടിക്കുക. അതാവുമ്പോൾ നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറിൽ തന്നെ നമ്മുടെ ജെല്ല് കിട്ടും. പിന്നെ ഇത് കെമിക്കലാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്ന യാതൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2 ടൈപ്പ് സാന്തകമാണ് ഉള്ളത്. അതായത് റെഗുലറും സോഫ്റ്റും, അതായത് ഫുഡ് ഗ്രേഡും ഉണ്ട്, കോസ്മെറ്റിക് ഗ്രേഡും ഉണ്ട്. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഫുഡ് മേടിക്കരുത്, കോസ്മെറ്റിക് സാന്തകം തന്നെ ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് റോസാപ്പൂക്കൾ, അതുപോലെ അലോവേര ജെല്ല്, കറ്റാർവാഴ, അങ്ങനത്തെ പല സാധനങ്ങളും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ. ചെമ്പരത്തിപ്പൂ, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ജെല്ലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാന്തകം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ
അല്ലെങ്കിൽ ചെറിയ ഹാൻഡ് ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ഹാൻഡ് ബീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നമുക്ക് മിക്സ് ചെയ്ത് ഏകദേശം 10 മിനിറ്റ് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്ത് നല്ല സെറ്റാക്കി എടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇത് ചീത്തയാവാതിരിക്കാനായിട്ട് ചെറിയൊരു കെമിക്കൽ ഫിനോക്സി എത്തനോൾ എന്ന് പറഞ്ഞ ഒരു കെമിക്കലാണ്. ഇത് ചേർത്താൽ നമുക്ക് കുറേ നാൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യാം, ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ചേർക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആൽമണ്ട് ഓയിലോ അതുപോലെ തന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചേർക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കെമിക്കൽ ചേർക്കുന്നതിന് മുന്നേ തന്നെ ചേർക്കണം. അതായത് ഫിനോക്സി എത്തനോൾ ചേർക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും തിക്ക് കൂടുതലാവാൻ വേണ്ടിയിട്ട് സാന്തങ്കമ്മ ചേർക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങ് കട്ടിയാക്കാൻ വേണ്ടിയെങ്കിൽ ഇതെല്ലാം നമ്മൾ ഇതിന് മുന്നേ ചേർക്കണം. ലാസ്റ്റ് അതിന് ശേഷമാണ് നമ്മൾ ഫിനോക്സി എത്തനോൾ കൊടുക്കാൻ പോകുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്മെല്ലിന് വേണ്ടിയിട്ട് ചോറ് കാരണം റോസാപ്പൂവിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ജെല്ലൊക്കെ തിക്കായിട്ട് കിട്ടിയിട്ട് ഇടയ്ക്ക് എടുത്തൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല സ്മെല്ലും ഉണ്ട്, കളറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കളറോ സ്മെല്ലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചീത്തയാവാതിരിക്കാൻ ഫെനോക്സി എത്തനോൾ ചേർത്തിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കാം. ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ ജെല്ല് നല്ലൊരു കറക്റ്റായിട്ട് ജെല്ലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ഉണങ്ങിയ നല്ല പാത്രത്തിൽ ഒരു ഒട്ടും വെള്ളമയോ ഇല്ലാത്ത ഒരു നല്ലൊരു ടിന്നിൽ നമുക്ക് അടച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഈ കെമിക്കൽ ചേർത്താൽ ഫിനോക്സി എത്തനോൾ ചേർത്താൽ നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാം. അതല്ല നമ്മൾ ഫിനോക്സി എത്തനോൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രിഡ്ജ് വെച്ച് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇതിന് നല്ല കപ്പാസിറ്റി ഉള്ള ഫ്രിഡ്ജ് ആയിരിക്കണം കേട്ടോ. നല്ല ഇതായിട്ടുള്ള തണുപ്പ് കിട്ടുന്ന ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചെറിയതായിട്ട് പൂപ്പലോ കാര്യങ്ങൾ വന്നാൽ ഒരിക്കലും നമ്മുടെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ റോസാപ്പൂവും അതുപോലെ കറ്റാർവാഴയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ ജെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സ്കിന്നിൽ നല്ല തേക്കാനൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വെറുതെ മേടിച്ച് പൈസ കളയണ്ട, നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലത്തെ ജെല്ലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമുക്ക് അടച്ച് വയ്ക്കാം. ഒട്ടും വെള്ളമില്ലാത്ത നല്ല ചില്ലിൻ്റെ ടിന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നായാലും കുഴപ്പമില്ല, അതിനകത്ത് എടുത്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാലോ കെമിക്കൽസ് ചേർക്കുകയാണെങ്കിൽ ചീത്തയാവാതെ തന്നെ പുറത്ത് വെക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ചേർക്കാതെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്യാം. നല്ല തിക്കായിട്ടുള്ള ജെല്ലാണ്. സ്കിൻ നല്ല കരിവാളിപ്പൊക്കെ മാറി സ്കിൻ നല്ല ഗ്ലോയൊക്കെ ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ആദ്യമായിട്ടൊക്കെ തേക്കുന്നവർ എപ്പോഴും നമ്മളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിന്നിൽ എവിടെയെങ്കിലും തേച്ച് അപ്ലൈ ചെയ്ത് കുഴപ്പമില്ല എന്ന രീതിയിൽ മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സ്കിന്നിലുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങൾ മാറാനായിട്ട് ഈ ഒരു ക്രീം നല്ലതാണ്. കിടക്കുന്നതിന് മുന്നേയൊക്കെ തേക്കാം, അല്ലെങ്കിൽ രാവിലെയും തേക്കാം. എപ്പോഴും നമുക്ക് സ്കിന്നിൽ ഒരു മോയ്സ്ചറായിട്ട് നമ്മുടെ സ്കിന്നിൽ നിൽക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് പുതിയ വീഡിയോ കാത്തിരിക്കും. നന്ദി, നമസ്കാരം.